അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കുകയാണ്. ഇത് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ച ഒരു സന്ദർശനവും കൂടെയാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലായിരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഏതെങ്കിലും ഒരു ആഡംബര ഹോട്ടലിനകത്തു നിന്നുള്ള ചിത്രമല്ല. ഇത് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ നൽകിയ സമ്മാനമാണ്. ഇതൊരു വിമാനത്തിന്റെ ഉൾഭാഗത്തു നിന്നുള്ള ചിത്രമാണ്. അതായത് $400 മില്യൺ വിലയുള്ള ഒരു വിമാനമാണ് ഇപ്പോൾ ഖത്തർ ഈ ഡൊണാൾഡ് ട്രംപിനായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ആ വിമാനത്തിന്റെ ചിത്രം. ഈ ഖത്തർ ഭരണാധികാരിയും അതുപോലെ തന്നെ ട്രംപും കൂടി ചേർന്ന് ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ ഒരു സമ്മാനം ട്രംപിന് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള സമ്മാനം വാങ്ങുന്നത് ശരിയാണോ എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് $400 മില്യൺ കൊടുത്ത് എന്തിനാണ് ട്രംപിന് വിമാനം കൊടുത്തത് എന്ന വിമർശനങ്ങൾ, അങ്ങനെ രണ്ട് ഭാഗത്തുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസാണ് ഈ കാണുന്ന ചിത്രം. ഈ കാണുന്ന ചിത്രത്തിൽ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡൊണാൾഡ് ട്രംപിന് അറബികളുടെ പരമ്പരാഗതമായി അവർ ഏതൊരു അതിഥികളെയും സൽക്കരിക്കാൻ വേണ്ടി ഗഹ്വ കൊടുക്കാറുണ്ട്. ഈ ഗഹ്വ മുമ്പ് ട്രംപ് സന്ദർശിക്കുന്ന സമയത്ത് 2017 എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് സന്ദർശിക്കുമ്പോൾ ട്രംപ് സ്വീകരിക്കുകയും അതിഥിയുടെ ഒരു മര്യാദയൊക്കെ ട്രംപ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് ട്രംപ് ചെയ്തത് അതായിരുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോഴും ആ കപ്പ് അങ്ങനെ തന്നെ, അതിൽ നിന്നൊന്നും കുടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ കാണാം. ഇത് ഇന്ന് അറബ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിഥിയായി വന്ന ട്രംപ് ആദ്യമായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അറബികൾ കൊടുക്കുന്ന പരമ്പരാഗതമായ ഒരു കാര്യമാണ് ഗഹ്വ എന്ന് പറയുന്നത്. അത് കുടിക്കാതെ മാറ്റിവെക്കുകയാണ് ട്രംപ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ വരവിൽ അത് കുടിച്ചിരുന്നു. എന്താണ് ട്രംപിന് ഈ വരവിൽ സംഭവിച്ചത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ വലിയ രൂപത്തിൽ വാർത്ത വരുന്നത് ട്രംപ് ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ്. ഈ ഒരു യാത്രയുടെ മുന്നോടിയായി ട്രംപ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹൂത്തികളുമായി ഒരു കരാറിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാനെ അടിക്കാൻ വേണ്ടി ഡീഗോ ഗാർഷ്യയിൽ എത്തിയിരുന്ന അമേരിക്കയുടെ സ്ട്രാറ്റജിക് ബോംബറുകളെല്ലാം ഇപ്പോൾ അത് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹമാസുമായി ചർച്ച നടത്തുകയും അമേരിക്കൻ പൗരന്മാരായ ആളുകളെ, ഹോസ്റ്റേജുകളെ വിട്ടയക്കാൻ വേണ്ടി ചർച്ച നടത്തി അത് വിജയിക്കുകയും ഹമാസ് അവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വ്യത്യസ്തമായ ട്രംപിന്റെ ഇതുവരെയുള്ള നീക്കങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അറബ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് പരമാവധി കറന്നെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണോ ട്രംപ്, അതിനുള്ള ഒരു സ്ട്രാറ്റജിയാണോ നടത്തുന്നത് എന്ന ഒരു ചർച്ചയും സോഷ്യൽ മീഡിയകളിലൂടെ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും നമുക്കറിയാം, സൗദി അറേബ്യ സന്ദർശിക്കണമെങ്കിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു $500 ബില്യൺ വേണമെന്നാണ്. പക്ഷെ ആ സമയത്ത് മുഹമ്മദ് സൽമാൻ $600 ബില്യൺ നൽകാമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം. ഇന്നും ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ സൗദി അറേബ്യ $600 ബില്യൺ നിക്ഷേപിക്കാൻ പോകുന്നത്. മാത്രമല്ല, UAE ആ സമയത്ത് നൽകുന്നത് $1000 ബില്യൺ, $1 ട്രില്യൺ നൽകാൻ പോകുന്നത് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വലിയ രൂപത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വലിയൊരു സമ്പത്തും അമേരിക്കയിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാനുള്ള ശ്രമം തന്നെയാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അത് ഏകദേശം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ UAEയും സൗദി അറേബ്യയും അങ്ങനെ ചെയ്യുമ്പോൾ ഖത്തറിനായി ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഖത്തറിന് താല്പര്യമില്ല. പക്ഷേ ട്രംപുമായിട്ടുള്ള നല്ല ഒരു നീക്കങ്ങളും നല്ല ഒരു പെരുമാറ്റങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കണം ഇപ്പോൾ ഖത്തർ $400 ബില്യൺ വില വരുന്ന ഒരു പറക്കുന്ന കൊട്ടാരമാണ് ഇപ്പോൾ ട്രംപിന് നൽകിയിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള ഒരു വിധേയപ്പെടലിന്റെ സാഹചര്യം കാണുമ്പോൾ പല ആളുകളും യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.